നമസ്കാരം. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടുത്തി പോലെ LDF കൺവീനർ EP ജയരാജനെതിരെ ആരോപണങ്ങൾ ഉയർന്നതോടെ കണ്ണൂർ CPM നേതൃത്വം ആശങ്കയിലാണ്. ഉന്നത നേതാവിനെതിരെ BJP ബന്ധമെന്ന ആരോപണം പരമ്പരാഗത വൈരിയായിട്ടുള്ള സുധാകരൻ തന്നെ വെടിക്കെട്ട് പോലെ ഉന്നയിച്ചതോടെ കാസർഗോഡ്, കണ്ണൂർ, വടകര പാർലമെന്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിനെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ CPM നേതൃത്വം എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ജയരാജനെ പ്രതിരോധിക്കാൻ ഉന്നത നേതാക്കൾ ആരും തന്നെ ഇതുവരെയും രംഗത്ത് വരാതിരുന്നത് പാർട്ടിക്കുള്ളിലും വളരെ വലിയ ചർച്ചയായിട്ടുണ്ട്. വിവാദങ്ങൾ കുത്തിപ്പൊക്കി വോട്ടെടുപ്പ് ദിവസം ചർച്ചയാക്കേണ്ട എന്ന തന്ത്രപരമായിട്ടുള്ള നിലപാടാണ് ഈ നേതൃത്വം സ്വീകരിക്കുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന EP ജയരാജൻ LDF കൺവീനർ എന്ന നിലയിൽ സജീവമാകാത്തതിൽ പരക്കെ അമർഷവുമുണ്ട്. ഇത് ആളിക്കത്തിച്ചുകൊണ്ടാണ് ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ശോഭാ സുരേന്ദ്രനും KPCC അധ്യക്ഷൻ K സുധാകരനും ഉന്നയിച്ച ആരോപണങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് പങ്കാളിത്തമുള്ള നിരാമയ്ക്ക് EPയുടെ കുടുംബത്തിന് ഷെയറുള്ള കല്യാശ്ശേരിയിലെ വൈദേകം ആയുർവേദ റിസോർട്ട് നടത്തിപ്പിന് നൽകിയത് നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദമായിരുന്നു. ഈ വസ്തുത നിലനിൽക്കെ K സുധാകരന് മേൽ BJP ബന്ധം ആരോപിച്ച് കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ CPMനെ അതേ നാണയത്തിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ് K സുധാകരൻ എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. മഹാരാഷ്ട്ര ഗവർണറാകാൻ EP ജയരാജൻ BJP പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി ഡൽഹിയിൽ ചർച്ച നടത്താൻ തയ്യാറായിരുന്നുവെന്നും ഇതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു കൊടുത്തത് ദല്ലാൽ നന്ദകുമാർ ആയിരുന്നുവെന്നുമാണ് ആരോപണം. സുധാകരൻ, EP ജയരാജൻ, BJP നേതാക്കളായുള്ള ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവരുമായി ചർച്ച നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചതിൽ ഇതല്പം കൂടി കടത്തിപ്പറഞ്ഞുകൊണ്ട് വസ്തുതാപരമായ ശരിയാണെന്ന് വാദിക്കുകയാണ് അപ്പോൾ അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ. EP ജയരാജൻ്റെ മകൻ തനിക്ക് 2021 ജനുവരിയിൽ അയച്ച നോട്ട് മൈ നമ്പർ SMS സന്ദേശം ഇതിനായി തെളിവായി കാണിക്കുകയും മകൻ്റെ ഫോണിലാണ് EP തന്നെ ബന്ധപ്പെട്ടതെന്നുമാണ് ശോഭയുടെ ആരോപണം. എന്നാൽ ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് ശോഭ മകൻ്റെ ഫോൺ നമ്പർ വാങ്ങിയെന്നും ഇടയ്ക്കിടെ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ വാട്സപ്പിൽ അയക്കുമെന്നുമായിരുന്നുവെന്നും മകൻ മറുപടി കൊടുത്തില്ല എന്നായിരുന്നു EPയുടെ വിശദീകരണം. പക്ഷേ നേരത്തെ K സുധാകരനാണ് BJPയിലേക്ക് പോകുമെന്ന ആരോപണം EP ജയരാജൻ സുധാകരൻ്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിരുന്നത്. സുധാകരൻ മറവി രോഗത്തിന് മരുന്ന് കഴിക്കാൻ മറന്നുപോയതാണ് എന്ന് പരിഹസിക്കുവാനും EP അതിലൂടെ തയ്യാറാകുന്നുണ്ട്. എന്നാൽ ആരോപണക്കെണിയിൽ വീണ EP ജയരാജനെ പിന്തുണയ്ക്കാൻ CPM കണ്ണൂർ ജില്ലാ നേതൃത്വം പോലും മുന്നോട്ട് വരാത്തത് അണികളിലും ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിൽ LDF കൺവീനർ തന്നെ വിവാദങ്ങളിൽ വീണത് ജനവിധിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ CPM നേതൃത്വം. CPM നേതൃത്വത്തിനുള്ളിൽ ഇങ്ങനെ തലയെടുപ്പുള്ളൊരു നേതാവ് BJPയിലേക്ക് പോകുമെന്ന് പലവട്ടം പല വീഡിയോകളിലൂടെ ഞങ്ങളും പുറത്തുവിട്ടിരുന്നു. CPMൻ്റെ നേതാക്കളടക്കം BJPയിലേക്ക് പോകുവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. EP ജയരാജനെ പോലെ ഇങ്ങനെ തലപ്പൊക്കം പിടിച്ചൊരു നേതാവ് CPMൽ നിന്ന് മാറി BJPയുടെ പാളയത്തിലേക്ക് ചേക്കേറുക എന്നുള്ളത് CPMന് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. പക്ഷേ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ വളരെ നടന്നേനെ. മഹാരാഷ്ട്രയുടെ ഗവർണർ പോലും ആയേനെ EP ജയരാജൻ എന്നുള്ളത്. പക്ഷേ അത്തരത്തിലുള്ള വാദങ്ങൾ അത് ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഇപ്പോൾ K സുധാകരനും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോഴും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. ഇങ്ങനെ വലിയ ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമായി നിൽക്കുന്ന പാർട്ടി എങ്ങനെയാണ് 20 സീറ്റുകൾ മത്സരിച്ച് വിജയിക്കുക എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകുന്ന കാര്യവുമാണ്. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? ഈ തിരഞ്ഞെടുപ്പിൽ ഇവയൊക്കെ എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? അതായത് കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ്. ഇന്ന് നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഇത്തരത്തിലുള്ള പൊട്ടിക്കലുകൾ, ചില പുറപ്പെടുവിക്കലുകൾ, അല്ലെങ്കിൽ ചില പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ ചിലരുടെ ചില വെളിപ്പെടുത്തലുകൾ ഒരു പാർട്ടിയെ തന്നെ അക്ഷരാർത്ഥത്തിൽ നിർത്തിപ്പൊരിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു. CPM എന്ന് പറയപ്പെടുന്ന ഇപ്പോൾ ആശങ്കയുടെ കടലിൽ മുങ്ങിത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അണികളിൽ പോലും പലർക്കും അവിശ്വസനീയമായി തോന്നുകയാണ്. മാത്രമല്ല LDFൻ്റെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ്റെ മേൽ വീണിരിക്കുന്ന ഇത്തരം വാദഗതികളെ നിരത്തുവാനോ അതിനെ പ്രതിരോധിക്കുവാനോ വേണ്ടി കണ്ണൂരിൽ നിന്ന് പോലുമുള്ള ഒരു നേതാക്കൾ പോലും ഇടപെടുന്നില്ല എന്നുള്ളത് ആശങ്കകൾ ഉളവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ EP ജയരാജൻ BJPയിലേക്ക് പോകും എന്ന് പറയപ്പെട്ട ദല്ലാൽ നന്ദകുമാറിൻ്റെയും K സുധാകരൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും വാദങ്ങൾ ശരിയായിരിക്കുമെന്ന് ഇപ്പോൾ LDFൻ്റെ തന്നെ അല്ലെങ്കിൽ CPMൻ്റെ തന്നെ അണികൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവർ ആശയക്കുഴപ്പത്തിലാകുന്നു. ആ ആശയക്കുഴപ്പം ദൂരീകരിക്കുവാൻ ഒരു മുതിർന്ന നേതാക്കളും ഇടപെടുന്നില്ല എന്നുള്ളതും ഈ ആശയക്കുഴപ്പത്തെ ശക്തി പ്രാപിപ്പിക്കുന്നുണ്ട്, മാത്രമല്ല ബലപ്പെടുത്തുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. EP ജയരാജന് ഒരു അവസരം കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ വളരെ കൃത്യമായി അദ്ദേഹം ഈ മഹാരാഷ്ട്ര ഗവർണറോ അല്ലെങ്കിൽ BJPയുടെ സാരഥിയുമായി മാറിയനെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് ദല്ലാൽ നന്ദകുമാർ അടക്കം പറഞ്ഞു വെക്കുന്നത്. ദല്ലാൽ നന്ദകുമാർ പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും അതിന് നമുക്ക് മുഖവിലേക്കെടുക്കേണ്ട. പക്ഷേ
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മൂന്ന് പാർട്ടികളും ബി ജെ പിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ബി ജെ പി സമീപിക്കുന്നു, എൽ ഡി എഫിൽ നിന്ന് പുറത്താകുന്നതിന് വേണ്ടി എൽ ഡി എഫുകാർ സമീപിക്കുന്നു, കോൺഗ്രസ്സുകാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി കോൺഗ്രസ്സുകാരോടൊപ്പം സമീപിക്കുന്നു. ഇവരെല്ലാവരും ഒരേ സമയം അധികാരത്തിൻ്റെ പിറകെ പോവുകയും അവർക്ക് ലഭിക്കേണ്ട അധികാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് പാർട്ടിയുടെ കൂടാരത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഈ മൂന്ന് പാർട്ടികൾക്കും ഭൂഷണമല്ല. കാരണം ഈ മൂന്ന് പാർട്ടികളും അവരവരുടെ നയങ്ങളും നിലപാടുകളും ആശയങ്ങളും ഒക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ആശയങ്ങളിൽ ആവേശം കൊണ്ടുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അണികളെത്തുന്നത്. പക്ഷേ ആ അണികളെ ഇപ്പോൾ ഈ ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മൂന്ന് പാർട്ടികളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കപ്പെടാൻ കഴിയാതെ വണ്ണം ആയിപ്പോകുന്നു എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് സി പി എമ്മിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗതികേട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു പാർട്ടി എന്ന് പറയപ്പെടുന്നത് സി പി എം തന്നെയാണ്. സി പി എം ഏത് നിലയിലും വോട്ടുകൾ നേടുവാനും ഒപ്പം തന്നെ ഏത് പൊള്ളത്തരങ്ങളും ഏത് നുണകളും പ്രചരിപ്പിക്കുവാനും വല്ലാതെ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ കൺവീനർ ഇ പി ജയരാജൻ പറയുന്ന ഒരു വാദങ്ങളും മറ്റുള്ളൊരു പാർട്ടിക്കാരോ അവരുടെ സ്വന്തം അണികളോ തന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.